ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുക കേട്ടോ. കാരണം അശ്വിൻ തന്നോട് ഒരു സ്നേഹം ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി. അശ്വിൻ്റെ വായം തന്നെ ആദ്യം ഐ ലവ് യു കേൾക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ശ്രുതി ശ്രമിക്കണത്. അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വീണ്ടും വരുവാണ്. ശ്രുതി ആ സമയത്ത് നമ്മുടെ അശ്വിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ എന്താ അശ്വിൻ സാർ നിങ്ങൾ ഈ കാണിക്കാൻ പോണത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിനെ പതുക്കെ കണ്ണാടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം അശ്വിൻ നീക്കി നീക്കി. ശ്രുതിയും വല്ലാതെ കണ്ണൊക്കെ അടച്ചിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, വല്ലാത്ത പ്രതീക്ഷയോട് കൂടി തന്നെ. അതിനുശേഷം ശ്രുതിനെ കണ്ണാടിയുടെ മുമ്പിലേക്ക് തിരിച്ച് നിർത്തുമ്പോഴേക്കും ശ്രുതി നോക്കുമ്പോൾ ശ്രുതിയുടെ പൊട്ട് എവിടെയൊക്കെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. ആ പൊട്ട് അശ്വിൻ എടുത്തിട്ട് കണ്ണാടിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ പൊട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ശ്രുതി ആ പൊട്ട് എടുത്തിട്ട് നെറ്റിയിലേക്ക് ഇങ്ങനെ തൊടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ശ്യാമാണെന്നുണ്ടെങ്കിൽ അഞ്ജലി സഞ്ചരിക്കുന്ന വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയുടെ താഴെ പെട്രോളിൽ ഒരു ലീക്ക് വരുത്തുവാണ്, പെട്രോൾ ടാങ്കിൽ. അങ്ങനെ നമ്മുടെ അഞ്ജലി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും ശ്യാം ഒരു കുറച്ച് ബൊക്കെയൊക്കെ ആയിട്ട് വരികയാണ്. അഞ്ജലിക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ, എന്താ ശ്യാമേട്ട ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാൻ പോയിട്ട് തിരിച്ചു വരാത്ത പോലെ പറയണത്. അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല അഞ്ജലി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതെൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബൊക്കെയൊക്കെ ഇങ്ങനെ കൊടുക്കുക കേട്ടോ. പക്ഷെ അഞ്ജലിക്ക് എന്തോ ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. ശേഷം നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നീ അമ്പലത്തിലേക്ക് പോയിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ അഞ്ജലിനെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിടുവാണ്. അഞ്ജലി അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ മുത്തശ്ശി ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ അഞ്ജലി മോളെ, അമ്പലത്തിൽ എത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എത്താനായി മുത്തശ്ശി എന്നൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പെട്രോളിൻ്റെ മണം ഇവർക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതെന്താ ഇവിടെ നിന്നൊരു മണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ അഞ്ജലിക്ക് പെട്ടെന്ന് കാറിൻ്റെ ബ്രേക്കൊക്കെ പോവാണ് അയാൾക്ക്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി എന്താ എന്താ അഞ്ജലി മോളെ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി ഫോൺ കട്ട് ചെയ്യാട്ടോ. മുത്തശ്ശിക്ക് എന്തോ ഒരു ചെറിയൊരു ഇത് തോന്നുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അഞ്ജലിയുടെ ആ ഒരു മരണവാർത്ത കേൾക്കാണ്ട് ശ്യാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വീണ്ടും അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ് തൻ്റെ പ്രണയം പറയാനായിട്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ്. എനിക്ക് ശ്രുതി നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, പറഞ്ഞോളൂ സാർ എന്ന് പറയാണ്. അത് ശ്രുതി എനിക്ക് എനിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ, പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ശ്രുതിയാണെങ്കിൽ ആ വാക്ക് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന പോലെ പറയൂ പറയൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നിന്നെ എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അശ്വിൻ്റെ ഫോൺ ബെല്ലടിക്കുക കേട്ടോ. അശ്വിൻ ആ സമയത്ത് ഫോൺ എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഹലോ എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് വിളിക്കണത്. ഹലോ KL എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് വണ്ടിയുടെ. ആ വണ്ടി നിങ്ങളുടെയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ എൻ്റെ വണ്ടിയാണ്. എന്താ എന്താ സാർ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് എന്താണെങ്കിലും പറഞ്ഞോളൂ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അശ്വിൻ ആകെ ടെൻഷൻ ആവാട്ടോ. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, അത് ആ വണ്ടി അപകടത്തിൽ പെട്ടു എന്ന് പറയുമ്പോൾ അശ്വിൻ ആകെ ഷോക്കാവാണ്. ശേഷം ആ വീട്ടിലൊരു മരണ വീട് പോലെ ആവാട്ടോ. അഞ്ജലിനെ കാണാണ്ട് ഒരു സമാധാനമില്ല. അങ്ങനെ അശ്വിൻ പറഞ്ഞു, ഞാനൊരു ചേച്ചിനെ നോക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണ്. മുത്തശ്ശിയൊക്കെ ഭയങ്കര കരച്ചിലാട്ടോ. മനോരമയും അതുപോലെ തന്നെ മനോഹരനങ്ങളും എല്ലാവരും ഭയങ്കര കരച്ചിലാണ്. ആ സമയത്ത് അശ്വിൻ പുറത്തേക്ക് പോകാൻ വരുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി ആണെങ്കിൽ കയ്യും കാലൊക്കെ ഒടിഞ്ഞിട്ട് തലയിലൊക്കെ വലിയ കെട്ടൊക്കെ ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുവാണ്. ചേച്ചി ചേച്ചി എത്തിയോ, ചേച്ചിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ലടാ, എനിക്ക് അധികമൊന്നും പറ്റിയില്ല, ഡ്രൈവർക്കാണ് പറ്റിയതെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അഞ്ജലിയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ് അശ്വിൻ. ശേഷം ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ ഡ്രൈവർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ഹോസ്പിറ്റലുകാർ പറയുന്നുണ്ട്, കുറച്ച് കുറച്ച് അപകട സാധ്യതയുള്ള ഒരു ഇതാണ്, കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം, ഒരു കുറവും വരുത്തരുത്, അയാളെ ജീവനോടെ തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറയാണ്. ശേഷം അഞ്ജലിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത് ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ലെന്നൊക്കെ പറയാണ്. ഇതൊക്കെ കാണുമ്പോൾ ശ്യാമിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. ഇതൊന്നും തന്നെ ശ്രുതി അറിഞ്ഞിട്ടില്ല കേട്ടോ. ശ്രുതി ആ കണ്ണാടിയുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുവാണ്, അശ്വിൻ ഇപ്പം ഇഷ്ടമെന്ന് പറയണ കേൾക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ കണ്ണാടിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോഴേക്കും അതിലിങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കാണും കേട്ടോ. ഒരു ലിപ്സ്റ്റിക്ക് കൊണ്ടിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം, മുകളിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. ശ്രുതി വിചാരിക്കും അത് അശ്വിനാണ് എഴുതിയെന്ന്. ആ ഒരു എന്നോട് ഇഷ്ടമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും മുകളിൽ വരാൻ പറഞ്ഞത്. ഞാൻ മനസ്സിൽ വിചാരിക്കണത് തന്നെയാണോ അശ്വിൻ സാറും പറയാൻ പോണത്. എൻ്റെ കുട്ടീഷ്ണ കയ്യും കാലൊക്കെ വിറക്കുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതി ഭയങ്കര സന്തോഷത്തിൽ മുകളിലേക്ക് പോകാട്ടോ, അശ്വിൻ ഇപ്പം ഇഷ്ടമെന്ന് പറയുമെന്നൊക്കെ കേൾക്കാനായിട്ട്. അങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴാണ് ശ്രുതി ഞെട്ടിപ്പോണത്. അശ്വിനല്ല, ശ്യാമാണ് മുകളിൽ നിൽക്കണത്. അത് ശ്യാമാണ് കേട്ടോ എഴുതിയത്. പക്ഷെ ശ്രുതി തെറ്റിദ്ധരിക്കുകയാണ് അശ്വിനാണെന്ന്. അങ്ങനെ ശ്യാമാണെന്ന് അറിയുമ്പോഴേക്കും നിങ്ങളോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി നിലത്തേക്ക് ഇറങ്ങി പോകാൻ പോകുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, ശ്രുതി എനിക്ക് നീയില്ലാതെ പറ്റില്ല, എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ ഇങ്ങനെ വല്ലതെ പിടിച്ച് വലിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. ശ്രുതി നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതൊക്കെ ഉണ്ട്.
അതിനുശേഷം അശ്വിന് ആകെ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അന്നത്തെ ദിവസം അശ്വിൻ സുധിരത്തെ ഇഷ്ടമൊന്നും പറയത്തൊന്നുമില്ല. പിന്നീട് പ്രീതിയുടെയും അതുപോലെ തന്നെ ആകാശിൻ്റെ വിവാഹമൊക്കെ ആയിട്ട് അവർ തിരിച്ചു വരുന്ന ഭാഗം പ്രൊമോയിൽ കാണിച്ചില്ലേ, ആ ഒരു തൊട്ട് മുമ്പാണ്, അതായത് പ്രീതിയുടെ വീട്ടിൽ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് അശ്വിൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ശ്യാമാണ് ശ്രുതിനെ ആദ്യം കല്യാണം കഴിക്കാനിരുന്നതെന്നും ശ്രുതി വിവാഹ നിശ്ചയം കഴിഞ്ഞത് ശ്യാമായിട്ടാണെന്നും അതുപോലെ തന്നെ ശ്യാമിന് ശ്രുതിനെ വല്ലാത്ത ഇഷ്ടമാണെന്നും അതിനുവേണ്ടി തന്നെ ചേച്ചിനെ ഇല്ലാതാക്കാൻ നോക്കുകയാണെന്നൊക്കെയുള്ള സത്യം അശ്വിൻ മനസ്സിലാക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കി അശ്വിൻ ഇത് ചേച്ചിയുടെ അടുത്ത് എങ്ങനെയെങ്കിലും ഈ സത്യം പറയണമെന്നും വിചാരിച്ചിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ്, അതായത് അഞ്ജലിയുടെ അടുത്തേക്ക് പോവുകയാണ് ശ്യാം ഒരു ഫ്രോഡാണെന്ന് സത്യം പറയാനായിട്ട്. അപ്പോഴാണ് അശ്വിനെ ഞെട്ടിച്ചുകൊണ്ട് വേറൊരു വാർത്ത വരുന്നത്, അഞ്ജലി ഗർഭിണിയാണ് എന്നുള്ള വാർത്ത അശ്വിൻ അറിയാട്ടോ. അങ്ങനെ അശ്വിനോട് അഞ്ജലി പറയുന്നുണ്ട്, കുഞ്ഞ നമ്മൾ ഒരുപാട് വർഷമായിട്ട് കാത്തിരുന്ന കാര്യം നടക്കാൻ പോവാണ്, നീ ഒരു മാമനാവാൻ പോവാണ്, ഞാൻ ഒരു അമ്മയാവാൻ പോവാണ്, ശ്യാമേട്ടനെ ഒരു അച്ഛനാവാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, മനോരമയും മുത്തശ്ശിയിലൊക്കെ ഭയങ്കര ആഘോഷത്തിലാണ്. പ്രീതി വന്നതിൻ്റെ എന്താണ് ഐശ്വര്യമാണെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ. അശ്വിനാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, സത്യം പറയാൻ വേണ്ടി വരുമ്പോൾ ചേച്ചി ഗർഭിണിയാണെന്ന് അറിയുമ്പോഴേക്കും ഈ സത്യം പറഞ്ഞാൽ ചേച്ചിക്ക് താങ്ങാൻ പറ്റില്ല അശ്വിനറിയാം. അശ്വിനാണെങ്കിൽ ആകെ വല്ലാത്തൊരു അവസ്ഥയാവാണ്. അശ്വിന് തൻ്റെ അമ്മയും അച്ഛനൊക്കെ മരിച്ച കാര്യമൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ ഓർക്കുക കേട്ടോ. പിന്നീടാണ് ശ്രുതിനെ ഇങ്ങനെ ശ്യാം കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ കെട്ടിപ്പിടിച്ചെന്ന രംഗം അശ്വിൻ കാണുക കേട്ടോ. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനില്ലാതെ പറ്റില്ലെങ്കിൽ നിങ്ങൾ അഞ്ജലി മേഡത്തിന് ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്, അത് വേറൊന്നും ഉദ്ദേശിച്ച് പറയല്ല, ഇയാൾ എങ്ങനെയെങ്കിലുമൊക്കെ അഞ്ജലിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി അങ്ങനെ പറയണത്. പക്ഷെ അത് കേൾക്കണ അശ്വിൻ തെറ്റിദ്ധരിക്കുകയാണ്, ശ്രുതിക്ക് ശ്യാമിനോടൊരു ഇഷ്ടമുണ്ട്, ശ്യാമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അഞ്ജലിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് അശ്വിൻ തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ടിട്ട് തൻ്റെ ചേച്ചിയുടെ ജീവിതം സേഫ് ആക്കണം, മാത്രമല്ല ശ്രുതിയും ശ്യാമും തമ്മിലുള്ള ബന്ധം ഒഴിവാക്കണം, അതിന് വേണ്ടിയിട്ടാണ് അശ്വിൻ ശ്രുതിയുടെ വിവാഹം കഴിക്കണം കേട്ടോ. അതാകുമ്പോഴേക്കും ശ്രുതി വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, ശ്യാമിനെ ശ്രുതിയുടെ ബന്ധം ഒന്നും നടക്കില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അശ്വിൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റിദ്ധരിച്ചിട്ട്. ശേഷമാണെന്നുണ്ടെങ്കിൽ അശ്വിൻ വല്ലാത്ത രീതിയിലൊക്കെ ശ്രുതി എടുത്ത് പെരുമാറും കേട്ടോ, ഭയങ്കര ശത്രുവിനെ പോലെയൊക്കെയാണ് പെരുമാറുന്നത്. ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷേ ശ്രുതി ഒന്നും പറയില്ല കേട്ടോ, കാരണം അശ്വിൻ ഇപ്പോൾ തൻ്റെ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന ശ്രുതി എപ്പോഴും കൊടുക്കും. പക്ഷേ അശ്വിൻ അങ്ങനെയല്ല, ശ്രുതി എന്ന് വെച്ചാൽ തൻ്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്ന ഒരുത്തിയാണ് എന്ന രീതിയിലാണ് അശ്വിൻ കാണുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് മണിയറയൊക്കെ അഞ്ജലിയും മുത്തശ്ശിയൊക്കെ ശ്യാമൊക്കെ ഒരുക്കും കേട്ടോ. പക്ഷേ ഫസ്റ്റ് നൈറ്റ് ഒന്നും നടക്കുകയൊന്നുമില്ല. ഫസ്റ്റ് നൈറ്റ് ദിവസം പോലും നമ്മുടെ ശ്രുതിനെ തള്ളി പുറത്താക്കുവാണ് അശ്വിൻ. അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ ഭാര്യനെ പോലെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആരുമില്ലാത്ത സമയത്ത് ശ്രുതിനെ വല്ലാതെ ദ്രോഹിക്കും കുറ്റപ്പെടുത്തുകയൊക്കെ അശ്വിൻ ചെയ്യും കേട്ടോ. എന്തായാലും ഈ ആഴ്ചയിലെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് എപ്പിസോഡ് ഇല്ല കേട്ടോ, ആദ്യം ഞാൻ എപ്പിസോഡ് ഉണ്ടെന്നാണ് വിചാരിച്ചത്, ഇല്ല. ബാക്കി സീരിയലെല്ലാം ഉണ്ട്, ഉച്ചക്കത്തെ സീരിയൽ മാത്രമാണ് ഇന്ന് എപ്പിസോഡ്സ് ഒന്നും ഇല്ലാത്തത്. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുപാട് സിനിമയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് എപ്പിസോഡ് ഇല്ലാത്തത്. ബാക്കി വൈകുന്നേരത്തെ എല്ലാ സീരിയലും ഉണ്ട് കേട്ടോ, എല്ലാവരും സീരിയൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രുതിയുടെ മശുവിൻ്റെയും ഏത് ഭാഗങ്ങൾ കാണാനും കേൾക്കാനും ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനത് റിവ്യൂ ഇടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബൈ ബൈ.